എങ്കി ഇവന്മാരെ വിട്ടത് അവള് തന്നെ ആയിരിക്കും. അതെ, ഞാൻ പേടിച്ചോന്നറിയാനാ ഈ വിളിക്കുന്നത്. പക്ഷേ തൽക്കാലം അത് അവൾ അറിയണ്ട. അങ്ങനെ എന്റെ പരിഭ്രമം ആസ്വദിച്ച് ചിരിക്കാൻ അവളെ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഈ ഫോൺ എടുക്കാതാവുമ്പോ അവള് തന്നെ ദേഷ്യപ്പെട്ട് സ്വയം പൊട്ടിത്തെറിക്കും. ഇന്നത്തെ അവളുടെ ദിവസം മുഴുവനും പോകും. അത് മനസ്സിൽ കണ്ട് നമുക്ക് ചിരിക്കാം. ഏട്ടൻ വാ, നമുക്ക് പോവാം. വാ ഏട്ടാ. ഓ, ഗൗരിയും നന്ദിനി എവിടെ മോളെ? നേരെ ഉത്തരയായി, പുറത്തേക്ക് കണ്ടില്ല. രണ്ടുപേരും മുകളിലുണ്ട്. ഇന്നലത്തെ ചമ്മലിൽ ആരെയും ഫേസ് ചെയ്യാൻ വയ്യാതിരിക്കുക. രണ്ടുപേരും കൂടെ കൂട്ടുകൂടി ഇപ്പൊ കുരുത്തക്കേടിന്റെ ശക്തി കൂടി. നീലെവിടെ? രാവിലെ വർക്കൗട്ടിന് കയറി. കുറെ നാളായി ഒന്നുമില്ലാതിരിക്കുവല്ലേ, ശരീരം അങ്ങോട്ട് വഴങ്ങുന്നില്ലെന്ന്. അതൊക്കെ അങ്ങ് ശരിയാവും. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, എല്ലാം ദൈവാധീനം. മോൾ ആരെയായി നോക്കുന്നേ? ഞാൻ വെറുതെ നോക്കിയതാ അച്ഛാ. ആരാ മോളെ പുറത്ത്? ആഹാ, സർപ്രൈസ് ആണല്ലോ. വരൂ വരൂ. ഇരിക്കും. ഞാൻ അങ്ങോട്ടൊന്ന് വരണമെന്ന് ഇന്നലെയും കൂടെ വിചാരിച്ചേ ഉള്ളൂ. ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷെ ഇതുവരെ ആരെയും അങ്ങോട്ട് കണ്ടിട്ടില്ല. ദേ മഹേഷ് ഏട്ടാ, എന്റെ മോനെ കൊണ്ട് ഇവിടുന്ന് ഒരു പെണ്ണ് കെട്ടിച്ചു എന്നൊരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പറയല്ലേ ഭാനു. നമ്മൾ ബന്ധുക്കളായത് ഒരു തെറ്റൊന്നുമല്ലല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? ഓ, എന്നിട്ടാണോ ഇവൻ അവിടെയും അവൾ ഇവിടെയായിട്ട് വന്ന് നിൽക്കുന്നത്? ദേ മഹേഷ് ഏട്ടാ, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. അതിനാ ഞാൻ വന്നിരിക്കുന്നത്. അമ്മേ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അമ്മ എന്റെ കൂടെ അകത്തേക്കൊന്നു വാ. ആദ്യം അവളെ ഇങ്ങോട്ട് വിളിക്കേ, എന്നിട്ട് ഞാൻ അകത്തോട്ട് വരുന്നുള്ളൂ. ഓ ഈശ്വരാ, ഗൗരിയച്ചയ്ക്ക് പണി കിട്ടി. ഇവളെ നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നതല്ലേ? അല്ലേ? അതെ. അല്ലെന്ന് ആരാ പറഞ്ഞു? അപ്പൊ നിങ്ങളുടെ മരുമകൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ എന്റെ മരുമകൾക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ വയ്യ. അച്ഛനും ആങ്ങളമാരും ചേർന്ന് അതിനൊത്താശ ചെയ്യുന്നത് കൊണ്ടാ അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത്. ഗൗരി എവിടെ വിളിച്ച? അകത്തുണ്ട്, വിളിക്കാം മോനെ. അമ്മേ, എല്ലാത്തിനും നമുക്ക് ഇന്ന് പരിഹാരം ഉണ്ടാക്കാം. ഇവിടം തിരിച്ചു പോകുമ്പോ നിങ്ങൾ അവളെയും കൂട്ടിക്കൊണ്ട് പോയാ മതി. ഉറപ്പാണല്ലോ? ഉറപ്പ്, ഞാനല്ലേ പറയുന്നത്. നിന്നെ എനിക്ക് വിശ്വാസമാ. അവള് പിന്നെ എവിടെ പോയി? കുറച്ചു മുൻപ് ഞാൻ മുറിയിൽ ചെന്നപ്പോ പുറത്തേക്ക് പോകാൻ ഒരുങ്ങായിരുന്നു. ചിലപ്പോ ഷോപ്പിങ്ങിനോ മറ്റോ പോയി കാണും. പുറത്ത് എവിടെ പോകുന്ന കാര്യം അവള് പറഞ്ഞത്? അതും ഇത്രയ്ക്ക് രാവിലെ. അവളുടെ കള്ളത്തരത്തിന് നീയും കൂടെ കൂട്ടു നിൽക്കുകയാണോ നന്ദിനി? എന്റെ ദൈവമേ, ഏത് വഴി പോവും? പിൻഭാഗത്തൂടെ പോവാം, അതേ നടക്കൂ. ഓ, എന്നെ ആരും കാണല്ലേ എന്റെ ഭഗവാനെ. ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കാം, പിന്നെ വിളിക്കില്ലല്ലോ. ഹേ
എന്റെ സമ്മതമില്ലാതെ എന്നെ ഇവർക്കൊപ്പം അയച്ച ഇന്ന് രാത്രി ഇയാളെ ഞെക്കിക്കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. ഗൗരി ഇങ്ങനൊന്നും പറയല്ലേ നീ. എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്ന് ഞാൻ എന്റെ മരണക്കുറിപ്പിൽ എഴുതി വെക്കും. വയസ്സുകാലത്ത് അച്ഛനും അമ്മയ്ക്കും കൂടി ജയിലിനകത്ത് പോയി കിടക്കാം. എന്താ അത് വേണോ? എന്നാ പിന്നെ എനിക്കത് തന്നെ ഒന്ന് കാണണം. എന്റെ മോനെ നീ കൊല്ലുന്നെങ്കിൽ അവനങ്ങ് ചാവട്ടടി. ഇവന്റെ ജീവൻ അത്ര ആയുസുള്ളൊന്ന് ഞാനങ്ങ് സമാധാനിച്ചോളാം. പിന്നെ ജയിലിൽ കിടക്കാനേ ഞാൻ ഇവന്റെ അച്ഛനും തയ്യാറാ. എന്നാലും നിന്നെയും കൊണ്ട് ഈ ഭാനുമതി ഇന്നിവിടുന്ന് പോകും. ഈ അഭിനയം കണ്ടൊന്നും ആരും ഭയന്നു പോകുന്നു നീ വിചാരിക്കണ്ട. നീ ഇതും ഇതിലപ്പുറവും പറയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. രാജീവിനെ കൊന്നിട്ട് നീ മരിക്കാൻ തീരുമാനിച്ച നഷ്ടം നിനക്ക് മാത്രമേ ഉള്ളൂ. ഒരു നല്ല വക്കീലിനെ വെച്ചു കൊടുത്താ ഇവരെ ഈസി ആയിട്ട് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നീ ഞങ്ങളെ ഭയപ്പെടുത്തി രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. സ്വാതിമോള് പറഞ്ഞതാ അതിന്റെ ശരി. ദേ നീ ഈ പറഞ്ഞതിനെ ഇവിടെ നിൽക്കുന്ന എല്ലാരും സാക്ഷികളാ. നിന്റെ അച്ഛനടക്കം ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. അവളൊരു പൂട്ടും കൊണ്ട് വന്നിരിക്കുന്നു. കണ്ടില്ലേടി നിന്റെ പൂട്ട് ഞാൻ ഈസി ആയിട്ട് പൊളിച്ചത്. സ്വാതി, നീ ഒന്നും ഓർത്തോ, ഈ ഗൗരിയെ തളയ്ക്കാനുള്ള ശക്തിയൊന്നും നിനക്കില്ല. എന്തൊരു അഹങ്കാരമായിരുന്നു. ഗൗരിയേച്ചി ഇവിടുന്ന് ഓടിക്കാനുള്ള തന്ത്രം എത്ര ബുദ്ധിപരമായിട്ടാ ഇവരുണ്ടാക്കിയത്. ഇപ്പൊ എല്ലാം കൂടി തട്ടി ഉടഞ്ഞ് സ്വന്തം കാൽക്കല് വീണ് കിടക്കുന്നു. ഇനിയെങ്കിലും മതിയാക്കിക്കോ ഗൗരിയേച്ചി ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടി. എടി, എന്റെ മുന്നിൽ നിനക്കൊരിക്കലും ജയിക്കാനാവില്ല. നിന്റെ കയ്യിലെ ദാ ഈ കാണുന്ന പൊണ്ണത്തനെ മാത്രമേ ഉള്ളൂ. ഇതിനകത്തെ കാഞ്ഞ ബുദ്ധിയാ. നിന്റെ ഏത് പൂട്ടും ഈ ഗൗരി പൊളിച്ചിരിക്കും. അല്ലെങ്കിൽ നീ ഒന്നും കൂടെ ശ്രമിച്ചു നോക്ക്. ബാടി നിക്കടി അവിടെ. ലോകം കീഴടക്കിയ അഹങ്കാരമൊന്നും നിനക്കിതില് വേണ്ട. തൽക്കാലത്തേക്ക് നീ പറഞ്ഞത് അവര് വിശ്വസിച്ചു, അത്രേ ഉള്ളൂ. ഒരു മാസം അത്രേ ഉള്ളൂ നിന്റെ ഗർവിന്റെ സമയപരിധി. അത് കഴിഞ്ഞ ഇതേപോലെ ഞങ്ങളുടെ എല്ലാം മുന്നിൽ നിനക്ക് വീണ്ടും നിൽക്കേണ്ടി വരും. അന്ന് നീ എന്ത് ചെയ്യും? എന്ത് പറയും? പിന്നെ ഞാൻ പൂട്ടിയ പൂട്ട് നീ പൊളിച്ചെന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട. കാരണം ഇന്ന് നീ അവർക്കൊപ്പം പോയില്ലാന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. എനിക്ക് മാത്രമല്ല, രാജീവിന്റെ അമ്മയ്ക്കും അതറിയാം. അതുകൊണ്ടാ നീ ഒരു മാസം ഒന്ന് പറഞ്ഞപ്പോ തന്നെ അവരതിന് സമ്മതിച്ചത്. സംശയിക്കണ്ട, ഞാൻ നിനക്ക് കരുതിയ പൂട്ട് ഇതല്ല. അതെ, വേറെയാ. അത് കണ്ടുപിടിക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ പൂട്ടാൻ തീരുമാനിച്ച തീരുന്നത് രാജീവുമായിട്ടുള്ള നിന്റെ ബന്ധം മാത്രമായിരിക്കില്ല. നിന്റെ ഈ ജന്മം തന്നെ ആയിരിക്കും. കൊള്ളാം. തോറ്റു പോയെങ്കിലേ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാത്ത ഈ ധൈര്യം കൊള്ളാം. നന്ദിനി, വേണ്ട. ഇവള് പറയട്ടെ, പ്ലാൻ ചെയ്യട്ടെ. ഏതെങ്കിലും ഒരു താഴിട്ട് ഇവള് പൂട്ടേ തീരുന്ന ജന്മമാണ് എന്റേതെങ്കിൽ അങ്ങ് തീരട്ടെ. ഞാൻ അങ്ങ് സഹിക്കും. അതെ, പുതിയ പൂട്ട് എവിടുന്നാ? കേരളത്തിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വാങ്ങാനാണോ ഉദ്ദേശം? ഇനി അതും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ഒരെണ്ണം വരുത്തി തരാം. അതെന്താ നിനക്കൊരു വെപ്രാളം?
ഒരു വെപ്രാളവും ഇല്ല. ഒരാളുടെ ഫോൺ മറ്റൊരാൾ എടുക്കുന്നത് ശരിയല്ല. അത് ഭാര്യ ആയാലും ഭർത്താവായാലും. ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്താൽ എന്താ കുഴപ്പം? കുഴപ്പമില്ലെന്ന് ഗിരിയേട്ടന് തോന്നും. പക്ഷേ അത് മാനേഴ്സിന് ചേർന്നതല്ല. നന്ദിനി, നീ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. ഫോൺ ബെല്ലടിച്ചപ്പോ നീ ഇല്ലാത്തോണ്ട് ഞാൻ എടുത്തു. ആരാണെന്ന് ചോദിച്ചപ്പോ അനക്കോ ഇല്ല. അപ്പോഴാ നീ വന്നത്. ഇതിനകത്ത് എങ്ങനെയാ ഞാൻ മാനേഴ്സ് ഇല്ലാതെ പെരുമാറിയത്? മറ്റൊരാളുടെ ഫോൺ ബെല്ലടിച്ചാലും അയാൾ അടുത്തില്ലെങ്കിൽ ആളെ വിളിക്കണം, വിളിച്ച് ഫോൺ കൊടുക്കണം. അല്ലാതെ ഫോൺ എടുത്ത് കുത്തിയും കിഴിച്ചും ഓരോന്ന് ചോദിക്കലല്ലേ വേണ്ടത്. അതെ, രഹസ്യങ്ങൾ ഉള്ളവർക്കാ ഇതുപോലെയൊക്കെ തോന്നുന്നത്. ഭാര്യയ്ക്ക് വരുന്ന ഏത് കോളാ ഭർത്താവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത്? അത്രയ്ക്കും രഹസ്യ സ്വഭാവമുള്ള ഫോൺ ഒരു ഭാര്യയ്ക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്കൊരാളുടെ ഫോൺ വന്നാൽ അത് ആര് വിളിച്ചാലും ഞാനില്ലെങ്കിൽ നിനക്കെടുത്തത് സംസാരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ തിരിച്ചും. അത് എനിക്ക് ഇഷ്ടമല്ലെങ്കിലോ? ഗിരിയേട്ടന് സംശയരോഗ, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്. കൊള്ളാം. നിന്നെപ്പോലെയുള്ള ദുഷ്ടബുദ്ധികളായ ഭാര്യമാര് പാവപ്പെട്ട ആണുങ്ങളുടെ മേൽ ചാർത്തി കൊടുക്കുന്ന ഒരു സമ്മാനമാണിത്. സംശയരോഗം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് തളർന്നു വരുന്ന ഭർത്താവ് അസമയത്ത് ഭാര്യയ്ക്ക് വരുന്ന ഫോൺ കോൾ ഒന്ന് എടുത്തു പോയാൽ അവൻ മാനേഴ്സ് ഇല്ലാത്തവൻ. ഇനി അവരോട് ആരാണെന്ന് വെറുതെ ഒന്ന് ചോദിച്ചു പോയാലോ? അവൻ സംശയരോഗി. കഴിഞ്ഞ ദിവസമേ നിന്നെ തിരക്കി ഒരുത്തം വന്നില്ലേ? അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായി ഭാര്യ ഒന്ന് ചോദ്യം ചെയ്ത ഉടനെ അവള് പുറത്തിറങ്ങി നാട്ടുകാരോട് വിളിച്ചു പറയും ഭർത്താവിനെ മാനസിക രോഗമാണെന്ന്. എടി, നിന്നെ പോലുള്ള അതിബുദ്ധിശാലികളുടെ ഏറ്റവും വലിയ ആയുധം ഇത്. ഈ സംശയരോഗവും മാനസിക രോഗവും. വീട്ടിനകത്ത് മാത്രം 24 മണിക്കൂർ അടയിരിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ല. നിന്നെ ഏത് കഷ്ടകാല സമയത്താണോ എന്റെ തലയിലെടുത്ത് വെച്ചത്? ഏട്ടത്തെ അനിയനും തമ്മിൽ ഇത്ര ലോഹിത്തിലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ കുഴപ്പത്തിലാക്കിയത്? ഏട്ടത്തെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കൊല്ലും നിങ്ങൾ എന്നെ. എനിക്കറിയാം. അത്ര ആഴത്തിലുള്ളതാണല്ലോ ആ ബന്ധം. അതേടി, ഏട്ടത്തിയോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും ആഴത്തിലുള്ളത് തന്നെയാ. ചെളിക്കുണ്ടി കിടന്ന നിനക്ക് അതെങ്ങനെ മനസ്സിലാവാനാ? അതെ, ഞാൻ ചെളിക്കുണ്ടിന്ന് വന്നതാ. ഏട്ടത് പറഞ്ഞെന്ന് കരുതി എന്തിനാ അതിനകത്ത് വന്ന് വീണത്? ഇപ്പൊ തോന്നുന്നുണ്ട് അത് വേണ്ടായിരുന്നു. അതിന് നടക്കത്തില്ല ഗിരിയേട്ടാ. ഗിരിയേട്ടനെ പോലെ എപ്പോഴും എപ്പോഴും കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനി ഗിരിയേട്ടനെ ഞാനതിന് അനുവദിക്കുകയില്ല. ഹലോ. ആ രാജീവേട്ടാ, ഇത് ഞാനാ, ഗൗരിയാ. ഗൗരി, ഏട്ടാന്നോ? ഇതുവരെ നീ എന്നെ അങ്ങനെയല്ലല്ലോ വിളിച്ചിരുന്നത്. ഇനി മുതല് ഞാൻ അങ്ങനെ വിളിക്കൂ. ഞാൻ വിചാരിച്ചു ഗൗരിക്ക് എന്നോട് പിണക്കമാണെന്ന്. എനിക്ക് എന്റെ രാജീവേട്ടനോട് അങ്ങനെ പിണങ്ങാൻ പറ്റുമോ? എന്നിട്ട് എന്തിനാ ഗൗരി എന്നെ ഉപേക്ഷിച്ച് പോയത്? അയ്യോ, ഞാൻ ഉപേക്ഷിച്ചു പോയതൊന്നുമല്ല. ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്താനൊന്നും പറയല്ലേ രാജീവേട്ടാ, എനിക്ക് സങ്കടം വരും. അപ്പോ എനിക്ക് സങ്കടം ഇല്ലെന്നാണോ ഗൗരി പറയുന്നത്? ഇവിടെ വരെ വന്നിട്ട് എനിക്ക് രാജീവേട്ടനോട് നല്ലതുപോലെ മിണ്ടാൻ പോലും പറ്റിയില്ല. അത് എന്റെ കുഴപ്പമല്ലല്ലോ, ഗൗരി അല്ലേ വഴക്കിട്ടത്? അത് പിന്നെ ഞാൻ വഴക്കിട്ടതൊന്നുമല്ല. ഞാൻ ആ സ്വാതിയോടുള്ള ദേഷ്യം തീർത്തതാ. ഓ, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ഗൗരി? രാജുവേട്ടനെ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. എനിക്കൊരു കടി വെച്ചിരാൻ തോന്നി. ആണോ? അതെ, ആരോടും പറയണ്ട കേട്ടോ. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഏട്ടനോട് പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ ഗൗരി, ഞാനിപ്പോ തന്നെ തിരിച്ചു വരണോ? അയ്യോ വേണ്ട, ഇങ്ങോട്ടിനി വരണ്ട. നാളെ നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ രാവിലെ വിളിച്ച സ്ഥലം പറയാം, ഏട്ടനെ അവിടെ വന്നാ മതി. അത് ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ഓ, അമ്മയോട് ചോദിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, അമ്മയോടോ? അയ്യേ, ഈ കാര്യമൊന്നും അമ്മയോട് പറയാൻ നിക്കണ്ട. എനിക്ക് രാജീവേട്ടനോട് മാത്രം സ്വകാര്യമായിട്ട് പറയാനുള്ളതാ. അത് ശരിയാ, പക്ഷെ അമ്മയോട് പറയണം, അല്ലാതെ ഗൗരിയെ കാണാൻ വരാൻ പറ്റത്തില്ല. കോടികളുടെ സമ്പത്താ.
അതിൽ പലതും ഇപ്പൊ ആരുടെ പേരിലാണെന്നോ അതിൽ എത്ര ആസ്തി ഉണ്ടെന്നോ എനിക്കറിയില്ല. എല്ലാം നിയന്ത്രിച്ചിരുന്നതേ വല്യച്ഛനായിരുന്നു. ആ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് തിരിച്ചു പിടിക്കണം രാജുവേട്ട. പിന്നെന്റെ രാജുവേട്ടൻ ആരാ? കോടീശ്വരനാ. ഗൗരി പറയുന്നത് കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും. അത് നടത്തിയെടുക്കാനാ തൽക്കാലം ഞാനവിടെ പോയി താമസിക്കുന്നേ. ആ, എന്നാ പിന്നെ ഞാനും കൂടെ നിന്റെ കൂടെ അവിടെ വന്ന് താമസിക്കട്ടെ ഗൗരി. അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാവില്ലേ? വേണം. രാജുവേട്ടൻ ആ വീട്ടിലേക്ക് വരണം. പക്ഷെ തൽക്കാലം ഇപ്പൊ അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ രാജീവേട്ടനെ വിളിക്കും. അന്ന് രാജാവിനെ പോലെ വേണം എന്റെ രാജീവേട്ടൻ ആ വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങാൻ. കേട്ടിട്ട് കൊതിയാവുന്നു. എല്ലാം നടക്കും രാജീവേട്ട. ഓ, അത് ശരി. അപ്പോ അവർക്ക് വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞത് നിങ്ങളാണോ? ആ അതെ. അതിനെന്താ ഒരു കുഴപ്പം? എന്ത് മരുന്നാ നിങ്ങൾ അവൾക്ക് കൊടുത്തത്? കൊടുത്തില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാനാ ഞങ്ങൾ തമ്മിൽ കണ്ടത്. എന്നിട്ട് നിങ്ങളെന്താ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാത്തത്? അതെ, ഞാൻ മറ്റൊരാവശ്യത്തിന് ഇതുവരെ വന്നതാ. അപ്പൊ പിന്നെ ആ കുട്ടിയൊന്ന് നേരിട്ട് കണ്ടിട്ട് പോവാന്ന് കരുതി. വിളിച്ചപ്പോ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. ഒരാളെ നേരിട്ട് കണ്ടാലല്ലേ അയാൾക്ക് എത്ര വണ്ണം കുറയ്ക്കണം, എന്ത് മരുന്ന് കൊടുക്കണം, എക്സസൈസ് എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. അല്ല, ഈ വണ്ണം കുറയ്ക്കല് മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല ചികിത്സയുണ്ടോ? ആ എല്ലാതരം രോഗങ്ങൾക്കുള്ള മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിക്കിപ്പോ ഏത് രോഗത്തിനുള്ള മരുന്നാ വേണ്ടത്? തൽക്കാലം എനിക്ക് നിങ്ങളുടെ മരുന്നൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ പറയാം. പിന്നെ വണ്ണം കുറയ്ക്കുന്ന മരുന്ന് കൊടുക്കുന്നേക്ക് കൊള്ളാം. വേറെ എന്തെങ്കിലും ഏർപ്പാട് നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചിങ്ങനെ. കുട്ടിക്ക് അങ്ങനെ മരുന്നിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കുട്ടിക്കുള്ള രോഗത്തിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കിയതാണോ? അതെ, നിങ്ങളോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. എന്നാ ഞാൻ പോട്ടെ. വണക്കം. അതോ ഇനി അവളെങ്ങനെ അവനെ മയക്കിക്കൊണ്ട് പോയോ? ആ, മയക്കാനൊക്കെ അവളെ ബഹു പിടിക്കുക മോയക്കാരി. എന്നാലും ഇത് ഇവനോട് പോയി. എന്താടി ഒറ്റയ്ക്കൊരു സംസാരം? ഓ, സംസാരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? അതുപോലുള്ള രണ്ടുപേരുടെ കൂടെ ആണല്ലോ ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ അച്ഛനും മോനും കൂടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടിയാലേ പകലല്ല പാതിരാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കും. അല്ല പിന്നെ ഇങ്ങനെ കാടടിച്ച് വെടിവെക്കാതെ കാര്യം പറയാ ഭാനു. ഞങ്ങൾ അച്ഛനും മോനും നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ആണുങ്ങളായാലേ നട്ടല് വേണം. അവൻ അവളെ കാണാൻ പോയിട്ട് എത്ര നേരമായിന്നാ മണഗുണാഞ്ചൻ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരമായി? ആ അത് ശരി, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നീയേ കൃമികടിക്കുള്ള മരുന്ന് ഇത്തിരി വാങ്ങി കഴിക്കുന്നത് നല്ലതാ. ക്രമികടി എന്നെ കൂടെ പറയിപ്പിക്കരുത്. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോൻ? അത് ശരിയാ. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ എന്റെ നട്ടല്ലേ നീ ഊരി എടുത്തില്ലേ? പിന്നെങ്ങനെ അവനത് കാണുന്നേ? അയ്യടാ, തമാശ പറഞ്ഞാണോ? എന്നാ ഞാനൊന്ന് ചിരിക്കട്ടെ. മതിയോ? ഇതിപ്പോ വിരുന്നുകാരൻ വന്നാലും വീട്ടുകാരൻ വന്നാലും കോഴിക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എടി, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്റെ മെക്കിട്ട് കയറുന്നേ? അവനെ പറഞ്ഞോട്ട് ഞാനാണോ? നിന്നോട് ചോദിച്ചിട്ടില്ല അവൻ പോയത് എന്ന് വെച്ച് ഇത്രയും താമസിക്കണോ? എടി, അവൻ അവന്റെ ഭാര്യയെ കാണാനാ പോയത്, അല്ലാതെ പരിപ്പും കടലയും വാങ്ങാൻ പോയതല്ല പറഞ്ഞ സമയത്തിന് വരാൻ. ഭാര്യ? നിങ്ങളുടെ ഭാര്യ പോയതേ ആശുപത്രിയിലേക്കല്ല, മറ്റൊരിടത്ത് വെച്ചാ ഞാൻ അവരെ കണ്ടത്. ഏയ്, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ വെറുതെ എന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറയരുത്.
ഏട്ടൻ മുറിയിൽ തന്നെ ഇരിക്കായിരുന്നോ? പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലേ? ഏയ് എനിക്കെന്തോ ഒരു സുഖം തോന്നിയില്ല. അതിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ ബന്ധുവിന് എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. എന്നാലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. അല്ല, ഏത് ഹോസ്പിറ്റലാ അവരിപ്പോ? അത് ഹോസ്പിറ്റലിന്റെ പേര് അത് ഞാൻ മറന്നു. കിട്ടി, ഫോർട്ട് ഹോസ്പിറ്റൽ. അല്ല, ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഏയ്, ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന ഭാര്യ പറഞ്ഞിട്ട് പോയ സ്ഥലത്ത് തന്നെയാണോ പോയെന്ന് അറിയണമല്ലോ. പേടിക്കണ്ട, അല്പം മുമ്പ് ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് താൻ ഹോസ്പിറ്റലിൽ പോയതല്ലെന്നും മറ്റൊരിടത്ത് കാവ്യ വസ്ത്രം ധരിച്ച ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടെന്നുവാ അവരെന്നെ വിളിച്ചറിയിച്ചത്. എന്താടോ, അവരെന്നോട് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതെ ഏട്ടാ, അവര് പറഞ്ഞതില് കുറച്ച് സത്യമുണ്ട്. എന്താ ഉണ്ടായതെന്ന് പറ സ്വാതി. ആരെയാ താൻ കണ്ടത്? ഏറാടി വൈദ്യന്. അതാരാ ഈ ഏറാടി? ഏട്ടനെന്ന് വണ്ണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതിനുവേണ്ടിയാ ഞാൻ ഏറാടിയെ കണ്ടത്. അന്നൊരു വൈദ്യരെ വിളിച്ചിരുന്ന കാര്യം താൻ പറഞ്ഞിരുന്നല്ലോ, അയാളാണോ ഈ ഏറാടി? അതെ ഏട്ടാ, ആശുപത്രി നിൽക്കുമ്പോഴാ ഏറാടി വൈദ്യര് വിളിച്ചത്. അതുകൊണ്ടാ വരുന്ന വഴിക്ക് അദ്ദേഹത്തെ കൂടി കണ്ടിട്ട് പോരാന്ന് ഞാൻ കരുതിയത്. അതെ, എന്നിട്ട് വൈദ്യരെന്തു പറഞ്ഞു? വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് വല്ലതും തന്നോ? തന്നില്ല, പക്ഷേ വൈദ്യരൊരു മരുന്നിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ദിവസം അതും കൊണ്ട് വരാന്ന് പറഞ്ഞു. അത് കഴിച്ചാ 3 മാസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവുന്ന വൈദ്യര് പറയുന്നത്. മോളെ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. എന്താച്ചാ? കുറച്ചു ദിവസത്തേക്ക് മോൾ ഈ വീടിന് വെളിയിലേക്ക് അധികം ഇറങ്ങണ്ട. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനോടോ നീലിനോടോ പറഞ്ഞാൽ മതി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? പുറത്തു പോയേണ്ട ആവശ്യങ്ങൾക്ക് പോകാതെ എങ്ങനെയാ? അല്ല, അച്ഛൻ എന്താ ഒരു പേടി പോലെ? വേദയുടെ അച്ഛൻ ഒരല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. വേദയ്ക്ക് പരോള് കിട്ടിയെന്ന്. വേദ പരോളില് വന്ന് തിരിച്ച് ജയിലിലേക്ക് പോകുന്നത് വരെ പുറത്തിറങ്ങാതെ ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാ പോരെ? മതിയടി പരിഹസിച്ചത്. മരിക്കാൻ പേടിയുള്ളവരാ ഒളിച്ചിരിക്കുന്നത്. അവള് വരട്ടെ, അവളെ എങ്ങനെ ഡീൽ ചെയ്യണോന്ന് ഈ സ്വാതിക്കറിയാം. എന്റെ പരാജയം കാണാനാ നീയൊക്കെ ഇങ്ങനെ വാലും പൊക്കി എന്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്കറിയാം. അവളെ ഏത് രൂപത്തിലും വരും നിന്നെ തീർക്കാൻ. അവളെ കുറിച്ച് ഇത്രയ്ക്ക് വർണ്ണിക്കാൻ അവൾ ആരാ നിന്റെ? നിനക്കെന്താ അവളുമായിട്ട് ഇത്രയ്ക്ക് ബന്ധം? അവളെ കുറിച്ച് പറയാൻ നിനക്ക് 100 നാവാണല്ലോ. അവള് കൊന്നതേ നിന്റെ വല്യമ്മയാ, അത് നീ മറക്കണ്ട. അതോ ആ ഗൂഢാലോചനയിൽ നിനക്കും എന്തെങ്കിലും പങ്കുണ്ടോ? ദേ, നീ വെറുതെ അനാവശ്യം പറയല്ലേ. പിന്നെ എന്തിനാടി നീ അവൾക്ക് വേണ്ടി എന്നോട് യുദ്ധത്തിന് വരുന്നത്? നിന്റെ പെരുമാറ്റം, സംസാരം, എന്റെ പിന്നാലെ മണം പിടിച്ചുള്ള ഈ നടപ്പ് എല്ലാം സംശയിക്കത്തക്കതാ. സ്വാതി അടുത്ത് എന്താ ഇനി മറ്റുള്ളവരെയും കൂടി ജയിലിനകത്താക്കാനാണോ നോക്കുന്നത്? അങ്ങനെ മറ്റുള്ളവരെ എല്ലാം ജയിലിനകത്താക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും അമ്മയെ ഇല്ലാതാക്കാൻ വേദയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ജയിലിനകത്താക്കും. പരോളിലിറങ്ങുന്ന പ്രതികൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന നിയമം. അങ്ങനെ ചെയ്താ അനുവദിച്ചു കിട്ടിയ പരോൾ റദ്ദ് ചെയ്യപ്പെടും. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണ്ടത്തരം പറയല്ലേ വേദേ. പരോളിലിറങ്ങിയ പ്രതി ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റോ? ഇപ്പൊ തന്നെ ഞാൻ നിന്റെ ഭീഷണിക്കത്ത് വെച്ച് ഒരു പരാതി ജയിൽ ഐജിക്കും വകുപ്പ് മന്ത്രിക്കും മെയിൽ ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ കത്ത് വെച്ചൊരു ലൈവും പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ അടകടി. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് നിന്റെ പരോള് റദ്ദാക്കാൻ എനിക്ക് നീ എഴുതിയ ഈ ഭീഷണി കത്ത് മാത്രം മതി. നിന്നെ ഞാൻ അടകടി. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് നിന്റെ പരോള് റദ്ദാക്കാൻ
എനിക്ക് നീ എഴുതിയ ഈ ഭീഷണി കത്ത് മാത്രം മതി. നിന്റെ കുഴി നീ തന്നെ കുഴിച്ചു. പറ്റുമെങ്കിൽ ഇന്ന് നീ എന്നെ കൊല്ലണം. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നീ വാ. അപ്പൊ ശരി, ഗുഡ് ബൈ. ഏട്ടത്തി സമ്മതിച്ചു വന്നിരിക്കുന്നു. അവളുടെ ഭീഷണിക്ക് ഏട്ടത്തിയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. ഭയന്നാ പിന്നെ അതിനെ സമയം ഉണ്ടാവൂ ഗിരി. വേദയുടെ കാര്യം ഇതോടെ ഞാൻ തീർക്കും. നീ ഒന്ന് വാ, ഞാൻ പറയുന്നത് പോലെ ഒരു മെയില് തയ്യാറാക്കണം. എന്താടി, എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ നിനക്ക് തോന്നുമ്പോ സംസാരിക്കാൻ എന്റെ ഏട്ടൻ നിന്റെ ആരാടി? മര്യാദയ്ക്ക് നീലിന് ഫോൺ കൊടുക്കടി. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അങ്ങനെ ഭയപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. അത് നടക്കില്ല. എനിക്ക് നിന്നോടല്ല, നീലിനോടാ സംസാരിക്കാനുള്ളത്. അങ്ങനെ എന്റെ ഭർത്താവിനോട് നീ ഇപ്പൊ സംസാരിക്കണ്ട. നീൽ ആദ്യം സ്നേഹിച്ച പെണ്ണ് ഞാനാ, അത് നീ മറക്കണ്ട. മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോടി. അവള് പൂക്കളം കൊടുത്ത് വിട്ടിരിക്കുന്നു. തന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നിലൂത്തിയോലിരിക്കുന്നത്? ദാ ഇത് അവള് കൊടുത്ത് വിട്ടതാ, വേദ. വേദയോ? പിന്നല്ലാതെ. ദാ തുറന്ന് വായിച്ചു നോക്ക്. ഇവളിത് എന്ത് ഭാവിച്ച? സ്വാതി, നമുക്കിത് പോലീസിൽ അറിയിച്ചാലോ? ദേ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയ അപകടമാവും. ഏട്ടൻ പേടിക്കണ്ട, അവളെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. അത്രയും സ്വത്ത് കിട്ടുന്ന കാര്യമാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം നീ അവിടെ പോയി താമസിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കൊള്ളാം. ഒരു മോന് കൊടുക്കാൻ പറ്റിയ നല്ല ഉപദേശം. അതെന്താ അവൻ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചാലുള്ള കുഴപ്പം? നിങ്ങൾ ഇത്രയും കാലം എന്റെ ഈ വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഉണ്ടോ? എന്റെ ഗതികേട് കൊണ്ടാ അന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അന്ന് ഇവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛനൊരു പാവം, പക്ഷെ അമ്മയുണ്ടല്ലോ, നിന്റെ ഈ അമ്മയുടെ ഒരു 10 മടങ്ങ് വാശിയും അഹങ്കാരമുള്ളൊരു സാധനമായിരുന്നു. എന്റെ അമ്മയെ കുറ്റം പറഞ്ഞത് മതി. ഓ അച്ഛൻ പറയട്ടെ മോനെ, ഭാര്യ വീട്ടിൽ 10 ദിവസം സുഖമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാലേ പട്ടിക്ക് സമമായിരിക്കും അനുഭവം. അതുകൊണ്ട് നീ ഗൗരിയുടെ വീട്ടിൽ പോയി താമസിക്കരുതെന്നേ ഞാൻ പറയൂ. അയ്യടാ, ഒരു വർത്താനം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. കാര്യം ഇതൊക്കെ പറഞ്ഞാലും ആ ഗൗരി നല്ല സ്നേഹമുള്ള പെണ്ണ. പിന്നെ അവിടെ ഇവനെ എന്തെങ്കിലും പറയാൻ അവിടെ അമ്മായിമ്മേ ഇല്ല. പിന്നെ ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവക്കൊരു സഹായമാവും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നിങ്ങൾ എല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചു. എടാ, അതെ, അവിടെ പോയി നിനക്ക് സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും അല്ലല്ലോ. ആണോടാ? ആണെങ്കിൽ കൊല്ലുന്നതിന് ഞാൻ. അല്ല, അതിരിക്കട്ടെ, അവളുടെ വീട്ടിൽ ചെന്ന് താമസിക്കാനേ അവര് നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടോ? ഇല്ല. കഷ്ടം. നീ എന്റെ മോനായിട്ട് തന്നെ ജനിച്ചല്ലോടാ. പറയിപ്പിക്കാനുണ്ടായ സന്താനം. ഈ പറഞ്ഞതിന് ഇവർ എന്നോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇനി മേലാൽ ഇങ്ങനെ എന്നെ അധിക്ഷേപിച്ചാലുണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയും. നന്ദിനി, നീ എന്താ പറഞ്ഞേ? സ്വാതി അടിക്കുമെന്നോ? അല്ല, അത് പിന്നെ ഇനി എന്നെ ആക്ഷേപിച്ചാലുള്ള കാര്യല്ലേ, അത് അപ്പ ആലോചിക്കാം. ഇനി മേലാൽ ഇത്ര ഒരു സംഭവം ഉണ്ടായാല് എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത്താഴം മുടക്കി. അപ്പോ നീ എന്നെ അടിക്കുമല്ലേടി? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോടി? എടി, ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ എന്നെ അടിക്കടി.